ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 15 അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയ വ്ളോഗ്, പിന്നെ 1-2 ദിവസത്തെ അധിക വ്ളോഗും കൂടി ചേർത്ത് വലിയൊരു വ്ളോഗ് ഇടുകയാണ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ സ്പെഷ്യലായിട്ട് ചിലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ മാത്രമേ ലോങ് വീഡിയോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യാം. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നേക്ക് 78 വർഷം തികയാണ്. അപ്പോൾ ഓഗസ്റ്റ് 15 എന്നാണ് ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കിട്ടാത്ത കുറവൊന്നുമില്ല. അപ്പോൾ ഞാനിന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, അപ്പോൾ നമുക്കിന്ന് ലീവൊന്നുമില്ല, സ്കൂളിലൊക്കെ ലീവുണ്ട്, മിഠായി വിതരണം, പായസം വിതരണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ജോലിയുടെ ഭാഗമായിട്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഓഗസ്റ്റ് 15 ജോലി, വേറെ വഴിയില്ല. ഇത്രയും വർഷം ഞാൻ പാലക്കാട് ഉണ്ടായിട്ട് പോലും ഇതിന് മുകളിൽ കയറി ഇത്രയും നല്ലൊരു ടോപ്പ് വ്യൂ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു സൈലൻറ്റ് വാലി ഏരിയ ആണ്. നല്ല രസമാട്ടോ. ഇത് നേരിട്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്തായാലും വൈകിയ ഇടവേളകളിൽ ഇപ്പോഴാണ് എനിക്കിത് കാണാൻ പറ്റിയത്. എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെ തന്നെയാണ്. എങ്കിലും അവിടെ ഇവിടെയും ചെറിയ വൃത്തിയില്ലായ്മ ഉണ്ടെങ്കിലും അതർവൈസ് എല്ലാം ഭംഗിയാണ് കേട്ടോ. പിന്നെ പണികളൊക്കെ ഓരോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പറയാം, ഓഗസ്റ്റ് 15 എല്ലാവരും സന്തോഷമായിരിക്കും. എല്ലാവരും സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടാത്ത പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് എല്ലാവരും നമ്മൾ ഇനിയും ഫേസ് ചെയ്ത് മാറി വരണം. സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു രാജ്യത്ത് ഇനി നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് പോകണം. ഇത് വലിയതായിട്ടുണ്ടോ, ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ആട്ടാണ്. ഓഗസ്റ്റ് 15 പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ സ്റ്റേഷനിൽ വർക്കൊക്കെ വണ്ടി കൊണ്ട് വെച്ച വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ കാറ്റില്ല നോക്കുമ്പോൾ പഞ്ചറായി. നേരെ അപ്പോൾ പഞ്ചറടയെ കൊടുന്നു കേട്ടോ. ഒരാഴ്ച മുമ്പ് നമ്മുടെ വണ്ടി ഒരുവിധം പണിയൊക്കെ സസ്പെൻഷൻ മാറ്റി, അതുപോലെ ചെയിൻ പോക്കറ്റൊക്കെ മാറ്റിയതാണ്. അതിനിടയിൽ ഏകദേശം 10,000-4,000 രൂപയുടെ പണിയായി. 2,000 രൂപയുടെ പണിയായി. ഏകദേശമായ ചിലവുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ പറയാനായിട്ട് നമ്മൾ മണ്ണാർക്കാട് എത്തിയിരിക്കുകയാണ്. മണ്ണാർക്കാട് ഇവിടെ കല്ലടിക്കോട് അറ്റ്ലയുടെ ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയൊന്നും കഴുകിയിട്ടൊന്നുമില്ല, അതായത് ലൈറ്റായിട്ടൊക്കെ കഴുകി സുന്ദര കുട്ടപ്പണൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഇതിലൊരു സുന്ദരനും ഇല്ല, എന്ന് ഫുള്ള് അഴുക്കും ചെളി. ഞാൻ കഴുകിയാണ്. അപ്പോൾ അനിലിൻ്റെ അടുത്തേക്ക് വേണ്ടി വന്നു. എന്തായാലും വണ്ടി ഒരു റിവ്യൂ ചെയ്യുമ്പോൾ ഒരു നല്ല സ്ഥലത്ത് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറ്റ്ലൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നത്. ഇവിടെ നല്ല വ്യൂ ആട്ടാണ്. അപ്പോൾ നമ്മുടെ സസ്പെൻഷനൊക്കെ മാറ്റി പുത്തുമ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് 23,000 കിലോമീറ്ററിൽ തന്നെ സസ്പെൻഷൻ പോയി. പിന്നെ ചെയിനൊക്കെ പുതുതായി, ഇപ്പോൾ സ്പോക്കറ്റ് എല്ലാം മാറ്റി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, കുട്ടപ്പനാക്കി നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വട്ടം ഓടുമ്പോഴേക്കും മണ്ണും പൊടിയും ചളിയാവണം. പക്ഷേ വെറുതെ വണ്ടി കഴുകിയാലും അതിൻ്റെ വൃത്തി പോകും. വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ കണ്ടീഷനായിരുന്നു. ഇപ്പോൾ എന്തായാലും ഓണത്തിന് ട്രിപ്പുകളൊക്കെ പോകുള്ളൂ, അപ്പോൾ അതിനുള്ള കണ്ടീഷൻ ഇടയ്ക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കല്ലടിക്കോട്ടിലെ അറ്റ്ല വാട്ടർഫോൾസിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് വരുന്ന സ്ഥലമായിട്ടാണ്. ഇന്നൊരു സൺഡേയും കൂടിയാണ്, അപ്പോൾ എനിക്ക് എന്തിനും അനിലിനെ കാണുവാൻ വേണം. അപ്പോൾ ഇവിടെ വന്നങ്ങ് വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് നേരെ ഈ കാണുന്ന മലയുടെ തോട്ടിൽ കുറച്ച് ഇപ്പുറത്തായിട്ട് വന്നു. അത് നമ്മുടെ ചെക്കനുണ്ട്. അല്ല, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. 4 വർഷം പറഞ്ഞ് ഞങ്ങൾ 40 വർഷത്തെ പരിചയം പോലെയാണ് ഇന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ വണ്ടി 24,000 കിലോമീറ്ററൊക്കെ ആയിരുന്നു. ഒരു കുഴപ്പമൊന്നുമില്ല, കണ്ടീഷൻസാണ്. അങ്ങനെ ഈ കാണുന്ന നമ്മുടെ അറ്റ്ലയുടെ ഇതിന് മുകളിൽ അറ്റ്ലയ്ക്ക് നിങ്ങൾ ആരെയും വന്നിട്ടുണ്ടാകും. കുറേ പേർക്ക് ഓഫ് റോഡൊക്കെ അടിച്ച് പോയിട്ടുണ്ട്, ഞങ്ങളും കുറേ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നല്ല റിവ്യൂ ചെയ്യാനൊക്കെ നല്ല സ്ഥലങ്ങളും കുറച്ച് നേരം ഈവനിങ് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം എന്ന് വിചാരിക്കണം. കുഴപ്പമൊന്നുമില്ല, നല്ല ചെറിയ റോഡും. ഇവിടെ ഏതോ നമ്മുടെ വേ ലൈൻ എന്തൊരു ഹൈവേ വരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ വെച്ചേക്കാണ്. പക്ഷേ അധികമായിട്ടും ആരൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു, വണ്ടിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നോക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളൊന്നും ഇടാണ്ടിരിക്കുക. ഗൈസ്, അങ്ങനെ ഡേ 3 ആയി. ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് വർക്കിൻ്റെ ആവശ്യമായി പോവാണ്. അപ്പോൾ ഈ കാണുന്ന എക്സ്പ്രസ് ആണ് വേണാട് എക്സ്പ്രസ്. സമയം ഏകദേശം 2:35. വണ്ടി എടുക്കാനാവണം, പക്ഷേ 2:20 ഇവിടെ എത്തി. അപ്പോൾ ഞാൻ ഇത്രയും നല്ലൊരു ട്രെയിനുള്ളൂ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല, ഇങ്ങനത്തെ നമ്മൾ യാത്രയും ചെയ്തിട്ടില്ല. വേണാട് എക്സ്പ്രസ് അടിപൊളിയായിട്ട് ആദ്യമായിട്ട് ഇതിലൊരു പോകുന്നത്. ജനറൽ ടിക്കറ്റ് എടുത്ത് 110 റുപ്പീസ്. സീറ്റൊക്കെ വന്നല്ലോ, ഫ്ലൈറ്റിലിരിക്കുന്ന പോലത്തെ സെറ്റപ്പ്, ഒന്നും പറയല്ല. പക്ഷേ ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. വേണാട് എക്സ്പ്രസ്സിൽ ആദ്യമാണ്, നല്ല രസമുള്ളൊരു സ്ഥലം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ പറയാം കേട്ടോ, അത് കാണിച്ചു തരാൻ തരും. അതേപോലെ തന്നെ മുകളിലും നോർമലായിട്ട് ബാക്ക് സ്പേസ്. ഇതേ നോക്കൂ, വെളിയിലേക്ക് നല്ല അടിപൊളി കാഴ്ച, വല്ലാത്ത കാഴ്ച തന്നെയത്. ഗൈസ്, അങ്ങനെ ഇത് ഇവിടെ വാട്ടർ ബോട്ടിൽ വയ്ക്കാൻ സിസ്റ്റം ഉണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ലാപ്ടോപ്പ്, ബാഗുകൾ, ഫുഡ് ഇതൊക്കെ കൂടെ വയ്ക്കാം, വെച്ച് കഴിക്കാം കേട്ടോ. പക്ഷേ അത്ര ക്ലീൻ അല്ല എങ്കിലും കുഴപ്പമില്ല, ക്ലീനാണ്. നമുക്ക് ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ അടിയിൽ ഒരുപാട് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ ചലിക്കുകയായി. ഈ കാണുന്നതാണ് ഭാരതപ്പുഴ. കുറച്ച് നാൾ മുമ്പ് അറിയാലോ, ഭാരതപ്പുഴ പ്രളയ പുഴയായി മതിയായിരുന്നു, നല്ല പുഴയായിരുന്നു. ഇപ്പോൾ ഭാരതപ്പുഴൻ്റെ വ്യൂ കേട്ടോ, നല്ല ഒന്നും പറയാനില്ല. ട്രെയിൻ മസ്റ്റ് അടിപൊളി. വേണാട് എക്സ്പ്രസ്സിൽ എന്തെങ്കിലും യാത്ര ചെയ്ത് ഇനി എന്തായാലും മാക്സിമം ട്രെയിൻ പോകുമ്പോൾ ഞാൻ ഈ ടൈമിൽ പോകുള്ളൂ. ഓക്കെ, ഉറപ്പാണ്. കുറച്ച് നാളെ ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന വ്ളോഗ്സ് ഒന്നും എടുക്കലില്ല, മോസ്റ്റ്ലി കുറവാണ്. അപ്പോൾ എന്തായാലും
എന്നാൽ ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ പരമാവധി കാഴ്ചകൾ ഒപ്പിയെടുക്കാം, പല എന്തൊക്കെയെങ്കിലും ഉണ്ട് കാര്യം കാണാൻ സംസാരിക്കാം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ട് ഏതാണെന്ന് വെച്ചാൽ തൃശ്ശൂർ, അങ്കമാലി, തൃപ്പൂണിത്തറ, അതേപോലെ തന്നെ പിറവം, കോട്ടയം, തിരുവല്ല, മാവേലിക്കര, കൊല്ലം, വർക്കല ഈ കാണുന്ന റൂട്ടിലാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ ട്രെയിനിൽ ഇങ്ങനെ പോകുന്നത്. മുമ്പ് പല റൂട്ടിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ റൂട്ടിലുള്ള കാഴ്ചകൾ വളരെ രസമായിരുന്നു, വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ വ്ളോഗൊക്കെ കാണാമെങ്കിൽ മിസ് ചെയ്യാതെ ഫുള്ള് കാണുക, അത് നമുക്കും ഒരു ഭയങ്കര ഉപകാരമായിരിക്കും. എന്ന് വെച്ചാൽ പല പല കാഴ്ചകളും പല പല ഭംഗിയുള്ള സംഭവങ്ങളും വ്യൂസും കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ ഇത് കാണിച്ചു തരുന്നത്. എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്തില്ലേ ഗോൾഫ് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. എടുക്കാൻ നേരെ പറ്റില്ല. ആ കാണുന്നതിൻ്റെ നേരെ അപ്പുറത്ത് കുറച്ച് പ്ലേസ് ഉണ്ട്, ഗോൾഫ് കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്കറിയാത്ത ഏതോ ഒരു സ്റ്റേഷനെത്തി. എനിക്ക് നല്ല വിശക്കുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ സ്നാക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും 7 മണിക്കൂർ യാത്രയാണല്ലോ. ഇത്ര വേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് നമ്മുടെ ഇത്രയെങ്കിലും ഒരു പണിയുണ്ട്. ഷൊർണൂരിൽ നിന്ന് കയറുമ്പോൾ തിരക്കേ ഉണ്ടായിരുന്നില്ല. ഷൊർണൂരിൽ നിന്നൊക്കെ കഴിഞ്ഞ് തൃശ്ശൂരൊക്കെ എത്താൻ പറയുമ്പോൾ തിരക്ക് കൂടി. തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ തിരക്കോട് തിരക്ക്. എറണാകുളം, കൊല്ലമൊക്കെ എത്തുമ്പോഴേക്ക് തിരക്കിൻ്റെ തിരക്ക്. തിരുവനന്തപുരമാണല്ലോ. തിരുവനന്തപുരത്തിന് എത്തുന്നതിന് മുമ്പും കുറച്ച് കുറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് തിരുവനന്തപുരത്താണ്, സെൻട്രലാണ്. പക്ഷെ അതിന് മുമ്പേ തിരക്ക് കുറഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എത്തുന്നത് ഇപ്പോൾ എറണാകുളം സിറ്റി കേട്ടോ. എറണാകുളം സിറ്റിക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഐ തിങ്ക് ആലുവ എന്തോ ആണ് തോന്നുന്നു. തൊട്ട് മുമ്പ് ആലുവ സ്റ്റേഷനായിരുന്നു. ഇതിപ്പോൾ എറണാകുളം സിറ്റി ആവണം കേട്ടോ. സിറ്റിയോട് നമ്മൾ വെച്ചാൽ എറണാകുളം സിറ്റിയിൽ എറണാകുളം സിറ്റിയിൽ ഇതുവരെ മാക്സിമം ഒരു വട്ടം എന്തോ അറിയിച്ചായിട്ടുള്ള അതിന് മുമ്പേ വന്നിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് മെട്രോൻ്റെ തൊട്ടടുത്തുള്ള ട്രാക്കിൽ കൂടെ പോകാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ യാത്ര ചെയ്തിട്ട് മെട്രോ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ യാത്രയിലും ശ്രദ്ധിച്ചിട്ടില്ല. മേ ബി അതുകൊണ്ടാവാം. ഈ അപ്പഴം അപ്പഴോളം ട്രെയിൻ പോയിക്കൊണ്ടിരിക്കട്ടെ. ഏതോ ഒരു ചുവന്ന എക്സ്പ്രസ്. പിന്നെ നോക്കി ഇത് ഇവിടുത്തെ ഗ്രാമീണ ഭംഗി അതിലും സൂപ്പറൊക്കെയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകും തോറും ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ കാണാൻ നല്ല രസമല്ല. കാടും പുഴേൻ്റെ ഒക്കെ അടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു വീടുകളും കഴിച്ച് എല്ലാവരും പരമാവധി യാത്രകൾ ചെയ്യണം. യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സായ ഒരു മൈൻഡിൽ നിന്നും റിലീഫായിട്ട് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സമയം ഏകദേശം ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തേക്ക് വരാം. നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുക. അത് എങ്ങനത്തെ യാത്ര എന്നില്ല, ഒരു ദൂരയാത്ര ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എല്ലാം മറക്കും. അതേപോലെ തന്നെ ഓരോ യാത്രയും നമ്മൾ ഓരോന്ന് പഠിക്കും, ഓരോരുത്തരെ കാണും, മിണ്ടും. യാത്ര എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ. പക്ഷെ ഞാനിപ്പോൾ ഇത് യാത്രാപരമായിട്ടല്ല പോകുന്നത്. ട്രിവാൻഡ്രത്തൊരു ജോലിയുടെ ഭാഗമായി പോകുമ്പോൾ ഞാൻ ആ വീഡിയോകൾ ഞാൻ പ്രസിദ്ധീകരിച്ച് നോക്കി. ഈ കാണുന്ന കാഴ്ചകളൊക്കെ എന്താ പറയുക, ശരിക്കും നമ്മൾ മൊബൈൽ വ്യൂവിലൂടെ മാത്രം കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ എന്ത് രസമായിരിക്കും. ഞാൻ അന്ന് സൈഡ് സീറ്റായിരുന്നു കേട്ടോ, വിൻഡോ സീറ്റായിരുന്നു. അപ്പോൾ ഒന്നും പറയാനില്ല. തിരക്ക് പിന്നെയും കൂടി. പിന്നെ കുറേശ്ശൊക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അപ്പം കുറേ നേരം അങ്ങോട്ട് എനിക്ക് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറേ നേരം കഴിച്ചിട്ട ബാഗിനെ എടുത്തിട്ട് ഞാനിതിൽ വെക്കാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റുകളൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. ഞാൻ ഫുഡ് എന്തെങ്കിലും വരുമോ നോക്കി നിൽക്കുക. പക്ഷേ കുറേ നേരം വരുന്നില്ല. ആളുകളൊക്കെ വീട്ടിൽ പോകാൻ പറഞ്ഞ നേരമായി. സമയം ഏകദേശം 8 മണി 7:45 ആയിക്കൊണ്ട് 7:45 8 മണിയൊക്കെ ആവുന്നു കേട്ടോ. ഇരിക്കണം. അപ്പോൾ നമ്മളോട് എന്തായാലും നമ്മുടെ സ്ഥലം റീച്ച് ആവാനായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് വന്നിരുന്നതാണ് പുള്ളിക്കാരൻ. നെറ്റ് കിട്ടാണ്ട് ഫോണിൽ നോക്കിയിരിക്കുക. എൻ്റെ സൈഡിലുള്ള ചാർജർ കുത്തിയിട്ട് നെറ്റ് കിട്ടുന്നില്ല. ഫോൺ കുത്തിയിട്ട് ആളിങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും വരുന്നുമില്ല. എന്താ ഇപ്പോൾ വരാത്തത് കൊണ്ടുള്ള ചർച്ചയിലാണ് ആൾ. ഈ റെയിൽവേ സ്റ്റേഷനിൽ പകൽ സമയത്ത് കാണാൻ വലിയ ഗുമ്മുണ്ടെങ്കിലും രാത്രി ഗുമ്മില്ലെങ്കിലും രാത്രി നല്ല ഗുമ്മാണ്. അവർ ലൈറ്റും ട്രാക്കും എല്ലാം നല്ല ഭംഗിയായിട്ടാണ്. പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ എത്തിപ്പെടേണ്ട സ്ഥലത്തിൽ നമ്മൾ എത്തിച്ചെന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ കാരണം എന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ കാരണം എന്ന് പറയാം. എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.